ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ആഴ്ചയായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ കർശന നടപടിയിലൂടെ പിടിക്കപ്പെട്ട നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വില നിലവാരം നോക്കി കനത്ത ഫൈന് നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ നിയമ നടപടികളും നേരിടേണ്ടി വരും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഒരു കാർ ഉള്ളതിന്റെ പേരിൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താവേണ്ടതില്ല. അതുപോലെ തന്നെ ആരെയും പുറത്താവാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയില്ല. സ്വയം ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പുറത്താവേണ്ടതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോകണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇലക്ഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. 1200 നിന്ന് 1300 മാസം പെൻഷൻ വർദ്ധിപ്പിക്കുകയായിരുന്നു. 1600 നിലവിലുള്ള പെൻഷൻ. ഈ പെൻഷൻ വാങ്ങുന്ന പകുതി ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കുറക്കുകയല്ല, അവർക്ക് പെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു. അതിന് ധനവകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അധികാരികളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ള ഒരുപാട് അനർഹർ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കാർ വന്നതിന് ശേഷം GR അനിലാണ് പുതിയ ഭക്ഷ്യമന്ത്രി. അദ്ദേഹം വാരാന്ത്യ ഫോണിംഗ് പരിപാടികളൊക്കെ നടത്തി ജനങ്ങളോട് കൂടുതൽ ഇടപഴകി. അതുപോലെ തന്നെ ARDകളോട്, അതായത് റേഷൻ കടക്കാരോട് കൂടുതൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അനർഹമായിട്ട് ഒരുപാട് ആളുകൾ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജൂൺ മാസം 30-ാം തീയതി വരെ ഇത്തരത്തിൽ അനർഹമായി കൈവശം വെച്ചിട്ടുള്ള കാർഡുകൾ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ടൈം നൽകിയിരുന്നു. ഇപ്പോൾ ആ ജൂൺ 30 കഴിഞ്ഞപ്പോൾ അത് ജൂലൈ 15 മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം സംസ്ഥാനത്ത് 69,873 പേർ ഇങ്ങനെ സ്വയം പിന്മാറിയിട്ടുമുണ്ട്. ഇത്തരം ഭാഗത്തേക്ക്, ഇങ്ങനെ പിന്മാറിയ ഭാഗത്തേക്ക് അപേക്ഷ വെച്ചിട്ടുള്ള വെള്ള റേഷൻ കാർഡുകാരെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി പറയാനുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇങ്ങനെ പുറത്താവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടാകുക, 4 ചക്ര വാഹനം ഉണ്ടാകുക, 1 ഏക്കറിലധികം സ്ഥലം ഉണ്ടാകുക. ഇത് ഒരാളുടെ പേരിലല്ല, റേഷൻ കാർഡിലുള്ള മൊത്തം ആളുകളുടെ പേരിലായാലും മതി, ആരെങ്കിലും ഒരാളുടെ പേരിലായാലും മതി. കാർഡിലെ എല്ലാവരുടെയും കൂടി മാസ വരുമാനം 25,000 രൂപക്ക് മുകളിൽ ആവാതിരിക്കുക. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീല റേഷൻ കാർഡിനും, ഇത്തരത്തിലുള്ള 2 ആനുകൂല്യങ്ങൾ നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക്, മഞ്ഞ റേഷൻ കാർഡിനും മുൻഗണനാ കാർഡുകൾക്കും അർഹത ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ ജോലി, സർവീസ് പെൻഷൻ, ആദായ നികുതി അടക്കുന്നവർ, ഇവർക്കൊന്നും നീല, വെള്ള, മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിന് ഒന്നിനും അർഹതയില്ല. ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ്, പത്ര കട്ടിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഒരു കാർ ഉള്ളതിന്റെ പേരിൽ നിങ്ങൾ മുൻഗണനാ കാർഡിൽ നിന്ന് പുറത്താവേണ്ടതില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വാരാന്ത്യ ഫോണിംഗ് പരിപാടിയിലേക്ക് കൊല്ലം നീണ്ടകര സ്വദേശിനിയായിട്ടുള്ള ഗംഗ എന്ന സുഹൃത്ത് വിളിക്കുകയും അദ്ദേഹത്തിന് ഒരു കാറുണ്ട്, അദ്ദേഹം മുൻഗണനാ കാർഡിലാണ്, അതിൽ നിന്ന് ഒഴിവാകണം എന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാറ് അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത 75% അംഗപരിമിതയും അതുപോലെ തന്നെ അപസ്മാര രോഗിയുമായ ഒരു മകളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വാഹനം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഈ വാഹനം ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറത്താവണം, ആ ഒരു ദാരുണാവസ്ഥ മന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലുള്ള ആളുകൾ ഈ ഒരു കാർഡിൽ നിന്ന് പുറത്താവേണ്ട എന്നുള്ള ഒരു വിശദീകരണം മന്ത്രി നൽകി. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കും മന്ത്രി നൽകുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഒരു രോഗിയായിട്ടുള്ള പരസഹായം ഇല്ലാതെ കഴിയുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഹനം നിങ്ങളുടെ വീട്ടിലുണ്ട്, അവരുടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു മുൻഗണനാ കാർഡിൽ നിന്ന് പുറത്തു പോവേണ്ടതില്ല.
ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതൊരു വിധിയൊന്നുമല്ല, അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുള്ളതിൻ്റെ പേരിലും നമ്മൾ പുറത്തു പോകണം. 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളത് സാധാരണക്കാരൻ ഒരു വീട് കയറ്റിയാൽ, അതായത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഇല്ലാതെ വീട് കയറ്റിയാൽ വീട് ഒരു കാര്യത്തിനും കൊള്ളാത്ത ഒരു അവസ്ഥയാണ്. ഒരു ആൾ വീട് കയറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് പൂവണിയുന്നത്. എങ്ങനെങ്കിലും കടമായിട്ടെങ്കിലും ഒരു സൗകര്യമുള്ള വീടാണ് കയറ്റാൻ ശ്രമിക്കുക. ഈ ഒരു കാരണത്തിന്റെ പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി നിർത്തലാക്കണം എന്ന് പറയുന്നത് യാതൊരുവിധ യുക്തിക്കും നിരക്കുന്നതല്ല. അല്ലെങ്കിൽ 3 കുട്ടികളുള്ള കുടുംബത്തിലെ അംഗങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ 800 സ്ക്വയർ ഫീറ്റോ 900 സ്ക്വയർ ഫീറ്റിലോ വീട് വെച്ചാൽ അവർക്ക് അത് തികയാതെ വരും. ചെറിയ കുട്ടികളാവുമ്പോൾ കുഴപ്പമില്ല, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ വയസ്സ് കൂടുകയാണ്. ഒരു 10-15 വയസ്സാകുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവസി വേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീട് അവർക്ക് പിന്നീട് ആ വീട് വലുതാക്കണം എന്നുള്ളത് ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങളാവും. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റോ 1100 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ ഒരു വീട് വെക്കുന്നു. ഒരു 3 ബെഡ്റൂമും മറ്റു കൊച്ചു സൗകര്യങ്ങളുള്ള വീട് വെച്ചാൽ തന്നെ 1000-ന് മുകളിലുള്ള സ്ക്വയർ ഫീറ്റുകളായി. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുൻഗണനാ കാർഡിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരു അശാസ്ത്രീയമായിട്ട് ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടി ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പട്ടിണിയാണെങ്കിൽ പോലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടിട്ട് കടം വാങ്ങി ഒരു 10-15 വർഷത്തെ കാലാവധിയിൽ ഒരു ലോണൊക്കെ എടുത്തൊരു വീട് വെക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് കിട്ടി വന്നിരുന്ന ഭക്ഷ്യധാന്യം ഇല്ലാതാകുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സർക്കാർ ആ കാര്യം ഒന്ന് പുനഃപരിശോധിക്കണം. ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ പേരിൽ ഒരാളെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് മാറ്റി നിർത്തണം. 1300 അല്ലെങ്കിൽ 1500 ലെവലിലേക്ക് ഈ ഒരു സ്കെയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് 4 ചക്ര വാഹനത്തിന്റെ കാര്യം. 4 ചക്ര വാഹനം അത് നമുക്ക് ഒരു ആഡംബരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ഒരു ധാരണാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് 4 ചക്ര വാഹനം ഇല്ലാതെ കഴിയില്ല. അതുകൂടാതെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ആഡംബര ബൈക്കുകൾ വാങ്ങുന്ന ആളുകൾ, ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ. ഇരുചക്ര വാഹനം എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളുണ്ട്. പക്ഷേ 200-ന് മുകളിൽ CC ഉള്ള വലിയ വാഹനങ്ങൾ, മക്കൾക്ക് ബൈക്കുകൾ വാങ്ങിക്കൊടുക്കുന്ന വീടുകളുണ്ട്. അത് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ആഡംബരങ്ങൾ അല്ലെങ്കിൽ മറ്റു ആഡംബരങ്ങളൊക്കെ നമുക്ക് ജീവിക്കുന്ന ആളുകൾ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ കണ്ടെത്തിക്കൊണ്ട് ഒരു യുക്തിപരമായിട്ട് ഈ ഒരു കാര്യം തീരുമാനിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഓരോ വീട്ടിലെയും അവസ്ഥ അവർക്ക് മനസ്സിലാകും. ആ വീട്ടിലത്തെ അവസ്ഥ വെച്ചിട്ട് അവർ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണോ അല്ലയോ എന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് അറിയാൻ കഴിയും. അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ പുറത്താക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലാതെ കേവലം ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പേരിൽ ഇത്തരം ആളുകളെ പുറത്താക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് വളരെയധികം കൊട്ടിഘോഷിച്ചിരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പെൻഷൻ. ഇവിടെ സർക്കാരിന്റെ തുടർഭരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പെൻഷൻ ഇത്രയും വർദ്ധിപ്പിച്ചതും അത് മാസാമാസം വിതരണം ചെയ്യുന്നതും. ഇപ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഏകദേശം പകുതിയാകാൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യ പടി എന്നോണം ധനവകുപ്പ് സർക്കാരിനോട് ഇതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം നിലവിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകൾക്ക് ഈ ഒരു പെൻഷൻ ഇനി ലഭിക്കുകയില്ല. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കല്ല, ആ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉൾപ്പെട്ട റേഷൻ കാർഡിലുള്ള ആർക്കെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഈ ഒരു പെൻഷൻ ലഭിക്കുകയില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 10,000 രൂപ മാസ വരുമാനമുള്ള ആളുകൾ, ആ കുടുംബത്തിൽ പ്രായമായ ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മറ്റു കുട്ടികളും അടങ്ങുന്ന വലിയൊരു കുടുംബത്തിൽ ഇത്തരത്തിൽ പെൻഷൻ കിട്ടുന്ന 2 ആളുകൾക്ക് പെൻഷൻ കിട്ടുമ്പോൾ ആ ഒരു പെൻഷൻ നിന്നു പോകുന്ന ഒരവസ്ഥ, ആശുപത്രി ചിലവുകൾ, മറ്റുള്ള
ഭക്ഷണ ചെലവുകൾ ഇവയെല്ലാം കൊണ്ട് നടക്കുന്ന സമയത്ത് 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉണ്ടായതുകൊണ്ട് ഇവരെ പുറത്താക്കണം എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ നിലവിൽ പെൻഷൻ വാങ്ങുന്ന ഏകദേശം 50 ലക്ഷത്തോളം ആളുകളിൽ നിന്ന് ഒരു 25 ലക്ഷമായി ഇത് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സർക്കാരിന് ഈ ഒരു 5 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇനി ഇങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലം ആകുന്ന സമയത്തേക്ക് ഇത് തിരിച്ചു കയറ്റുകയും ചെയ്യും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന്റെ പേരിൽ ഈ ആളുകളെ പുറത്താക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.